ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ സന്തോഷകരമായ ഈ നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. കഴിഞ്ഞ നാളുകളെക്കാൾ ഉപരിയായി അനേകർ വിശ്വാസ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആത്മീയ അനുഭവത്തിലേക്ക് ക്രിസ്തുവിലേക്ക് വരുന്ന ഒരു കാഴ്ച, ഒരനുഭവം നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ കാണാറുണ്ട്. എന്നാൽ ജനം രക്ഷിക്കപ്പെടുന്നതിനേക്കാൾ വേഗത്തിൽ, ഞാൻ എൻ്റെ വാക്കുകൾ അങ്ങനെ ഉപയോഗിക്കുക, ജനം രക്ഷിക്കപ്പെടുന്നതിനേക്കാൾ വേഗത്തിൽ അവർ ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അനുഭവം ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുകയാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെ മുൻപിൽ നിലനിൽക്കുവാൻ ആവശ്യമായ ചില പ്രബോധനങ്ങൾ അപ്പോസ്തലന്മാർ തങ്ങളുടെ ലേഖനത്തിനകത്ത് വളരെ വ്യക്തമായി അവിടുന്ന് നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട്, നമ്മളെ ഉപദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, നാം അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം, കൂട്ടായ്മ ആചരിക്കണം, അപ്പം നുറുക്കണം, നാം പ്രാർത്ഥന കഴിക്കണം. ഈ ഒരു അനുഭവം കഥ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, നമ്മൾ ഉപദേശം കേൾക്കുന്നവരായി മാറണം. വ്യത്യസ്തമായ ഉപദേശങ്ങളും വ്യത്യസ്തമായ വിശ്വാസ അനുഭവങ്ങളും ഒക്കെ ഈ കാലഘട്ടങ്ങളിൽ അവിടെ നിന്ന് ഉയർന്നു വരികയാണ്. എന്നാൽ മാറ്റമില്ലാത്ത ഒരു അനുഭവം ദൈവത്തിൻ്റെ വചനമാണ്. ആകാശം മാറും, ഭൂമി മാറും, ഭൂമി വസ്ത്രം പോലെയൊക്കെ മാറിപ്പോകാം, മനുഷ്യൻ കൊതുക് പോലെയൊക്കെ ചത്തുപോകാം. പക്ഷേ മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ഒന്ന് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവവചനത്തിനകത്ത് പത്രോസിൻ്റെ ലേഖനത്തിൽ 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെയുള്ളതായ ദൈവവചന ഭാഗത്ത് 4 പ്രധാന കാര്യങ്ങൾ പത്രോസ് ഉപദേശിക്കുകയാണ്. ഒരുവൻ്റെ ജീവിതത്തിനകത്ത്, അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിനകത്ത് ഒഴിവാക്കാൻ സാധ്യമല്ലാത്ത 4 ക്വാളിറ്റികൾ, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തോട് ഏറ്റെടുക്കേണ്ട 4 അനുഭവങ്ങൾ. ഒന്ന് അവിടെ പറയുന്നത്, ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിക്കണം. നമ്മുടെ മനസ്സ് ദൈവത്തിലും ദൈവവചനത്തിലും ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്തു നിന്ന് ആർക്കും നമ്മളെ പറിച്ചു മാറ്റാനൊക്കത്തില്ല. ഇന്നൊരു ഫ്ലെക്സിബിൾ മൈൻഡ് പലപ്പോഴും കർത്താവിലും അവൻ്റെ വചനത്തിനകത്തും നമുക്ക് നിൽക്കുന്നത്. കർത്താവ് വിടുവിക്കുമോ? വിടുവിച്ചേക്കാം, സാധ്യതയുണ്ട്. ഇതാ നമ്മൾ പറയുന്നത്. ഇല്ല, മനസ്സ് ഉറപ്പിക്കുക. ആർക്കും മാറ്റാൻ കഴിയാത്തതുപോലെ നമ്മുടെ മനസ്സ് കർത്താവിലും അവൻ്റെ വചനത്തിലും ഉറയ്ക്കട്ടെ. രണ്ടാമത്തെ കാര്യം അവിടെ പത്രോസ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ക്രിസ്തുയേശുവിൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വയ്ക്കണം. കൃപയിൽ, ക്രിസ്തുവിൻ്റെ കൃപയിലായിരിക്കണം നമ്മുടെ പൂർണ്ണ പ്രത്യാശ. ലോകത്തിൽ എനിക്ക് ലഭിക്കുന്ന ഏതെങ്കിലും ഒരു സൗഖ്യത്തിനകത്തോ, ലോകത്തിൽ എനിക്ക് ലഭിക്കുന്ന ഏതെങ്കിലും ഒരു ഭൗതിക നന്മയ്ക്കകത്തോ അല്ല എൻ്റെ പ്രത്യാശ ഇരിക്കുന്നത്. എൻ്റെ പ്രത്യാശ ക്രിസ്തുവിൻ്റെ കൃപയ്ക്കകത്താകണം. ദൈവമക്കളെ, കൃപയിൽ നമ്മൾ ആശ്രയിച്ചാൽ, ദൈവത്തിൻ്റെ ഗുണൈസിനകത്ത് നാം മുങ്ങിയാൽ, നമ്മൾ ഒരിക്കലും ചഞ്ചലിച്ചു പോകുവാൻ, പിന്മാറിപ്പോകുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഒന്നാമത്തെ വേർഡ് കർത്താവ് പറയാണ്, മനസ്സ് ഉറപ്പിക്കണം. രണ്ടാമത് പറയുന്നു, കൃപയിൽ പൂർണ്ണ പ്രത്യാശയുള്ളവരായി നാം നിൽക്കണം. മൂന്നാമത്തെ വേർഡ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി. ശ്രദ്ധിച്ചേ, അനുസരണമുള്ള മക്കളായി. ഒന്ന്, നമ്മുടെ മനസ്സ് ഉറപ്പിക്കണം. 2, നമ്മൾ കൃപയിൽ പൂർണ്ണ പ്രത്യാശയുള്ളവരായിരിക്കണം. 3, അനുസരണമുള്ള മക്കളായിരിക്കണം. ഇന്നത്തെ ലോകം മുഴുവൻ അനുസരണക്കേടിൻ്റെ ഒരു തലമുറയാണ് എന്ന് വേണമെങ്കിൽ ഒരു സൈഡിൽ നമുക്ക് പറയാൻ പറ്റും. മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ, അധ്യാപകരെ അനുസരിക്കാത്ത കുഞ്ഞുങ്ങൾ, സ്ഥാപനത്തിൻ്റെ ലീഡർഷിപ്പിനെ അല്ലെങ്കിൽ മേധാവികളെ അനുസരിക്കാത്തവർ, രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കാത്തവർ, എന്തിനേറെ പറയണം ദൈവസഭയിൽ പോലും ദൈവദാസന്മാരെ അനുസരിക്കാത്തവർ, എന്തിന് ക്രിസ്തുവിനെയും അവൻ്റെ വചനത്തെയും അനുസരിക്കാത്തവർ. ഇങ്ങനെ ഒരു അനുസരണക്കേടിൻ്റെ ഒരു വലിയ അനുഭവമാണ് നമ്മൾ കണ്ടുവരുന്ന ഈ ലോകത്തിൽ നിൽക്കുന്നത്. എന്നാൽ
നിലനിൽപ്പിന് ആവശ്യമായിരിക്കുന്ന ഒരനുഭവം എന്ന് പറയുന്നത് നാം അനുസരണമുള്ളവരായിരിക്കണം. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. എന്തുകൊണ്ട് ജനം പിന്മാറിപ്പോകുന്നു? അവർക്ക് ദൈവത്തോട് അനുസരണമില്ലാത്തതുകൊണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൈവിടത്തില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ വേദനിപ്പിക്കും. കർത്താവ് 100 കണക്കിന് വാഗ്ദത്തങ്ങൾ, കർത്താവിൻ്റെ ശബ്ദങ്ങൾ നമ്മളെ കേൾപ്പിച്ചിട്ടും നമുക്കതൊന്നും അനുസരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അനുസരണക്കേടിൻ്റെ തലമുറകൾ ആയി നമ്മൾ മാറരുത്. 4ാമത്തെ കാര്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്, അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. എന്തുകൊണ്ടാണ് ഇന്ന് ജനം രക്ഷിക്കപ്പെടുന്നതിനേക്കാൾ വേഗത്തിൽ ജനം പിന്മാറുന്നത്? വിശുദ്ധിയിൽ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട്. വചനത്തിൻ്റെതായ ഒരു വിശുദ്ധിയുണ്ട്. ലോകം അതിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ, നമ്മളായിരിക്കുന്ന സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങൾ നമ്മളെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ നമ്മളെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ, കർത്താവ് പറയുക, എല്ലാ നടപ്പിലും വിശുദ്ധരായി നിൽക്കുവാൻ. ദൈവമക്കളെ, വിശുദ്ധരായി ജീവിക്കുക എന്ന് പറയുന്നത് ഹൃദയത്തിലും ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും വിശുദ്ധരായി ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അതല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ജനം ഇന്ന് ആ വിശുദ്ധിയുടെ അനുഭവങ്ങളെ എല്ലാം കോംപ്രമൈസ് ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, പഴയകാലം നമ്മുടെ പിതാക്കന്മാർ ദൈവവിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്തവരാണ്. അവർ വില കൊടുത്ത് അവരുടെ ജീവിതത്തെ നയിച്ചവരാ. എന്നാൽ ഇന്ന് നമ്മൾ വന്നപ്പോൾ നമ്മുടെ ആത്മീയ ലോകം പലതിനും കോംപ്രമൈസ് ചെയ്യുകയല്ലേ? വിശുദ്ധിക്ക് വേണ്ടി, വിശുദ്ധിയുടെ പേരിന് വേണ്ടി നിൽക്കുന്ന പല അനുഭവങ്ങളും നമ്മളിൽ നിന്ന് മാറിപ്പോയില്ലേ? നമ്മുടെ വാക്കിൻ്റെ വിശുദ്ധി മാറിയില്ലേ? നമ്മുടെ വസ്ത്രധാരണത്തിൻ്റെ വിശുദ്ധി മാറിയില്ലേ? നമ്മുടെ ശരീരത്തിൻ്റെ രൂപത്തിൻ്റെ വിശുദ്ധികൾ നമ്മൾ മാറിയില്ലേ? നമ്മുടെ എല്ലാ നിലകളിലും വിശുദ്ധിക്ക് അവിടുന്ന് കോംപ്രമൈസ് ചെയ്യുന്ന ഒരനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതം, നമ്മുടെ ആത്മീയ ലോകം അവിടുന്ന് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് പിശാചിന്, ശത്രുവിന് വളരെ വേഗത്തിൽ ദൈവസഭകൾക്കകത്തും ദൈവജനത്തിനകത്തും കുടുംബങ്ങൾക്കകത്തും കാലുകുത്തി തകർച്ചകൾ കൊണ്ടുവരുവാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രിയരെ, രക്ഷിക്കപ്പെട്ട നാം, എന്നെ കേൾക്കുന്ന ഓരോ സ്നേഹിതരോടുമായി തുറന്ന മനസ്സോടെ ഇന്ന് എനിക്ക് നിങ്ങളെ പ്രബോധിപ്പിക്കുവാനുള്ള ഒരാത്മ സന്ദേശം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇവിടെ വചനം പറയുന്നത് പോലെ നമ്മുടെ മനസ്സ് കർത്താവിലും അവൻ്റെ വചനത്തിലും ഉറച്ചിരിക്കണം. ആമേൻ. എന്ത് പ്രതികൂലം തന്നെ വന്നാലും ധൈര്യത്തോടെ പറയണം, ഞാൻ പിന്മാറുകയില്ല. യോഹന്നാനെ വറചട്ടിക്കകത്തിട്ട് ഫ്രൈ ആക്കി പുറത്തെടുക്കാൻ ശ്രമിച്ചാലും യോഹന്നാൻ പറയും, ഞാൻ പിന്മാറത്തില്ല. പത്മോസിൽ കൊണ്ട് ഏകനായിട്ടാലും യോഹന്നാൻ പറയും, ഞാൻ പിന്മാറത്തില്ല. പൗലോസും ശീലാസും പറയും, കയ്യും കാലും കെട്ടി കാരാഗ്രഹത്തിൻ്റെ ഇരുട്ടുമുറിക്കകത്തിട്ടാലും, ഞങ്ങളുടെ പുറം മുഴുവൻ അടിച്ചു പൊട്ടിച്ച് രക്തമൊഴുകിയാലും, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ ഞങ്ങൾ പോയാലും, ജനം മുഴുവൻ ഞങ്ങൾക്കെതിരെ ഇളകിയാലും, ഞങ്ങളുടെ മനസ്സ് ഉറച്ചിരിക്കും. നമ്മുടെ മനസ്സ് ഉറച്ചിരിക്കട്ടെ. കൃപയിൽ പൂർണ്ണ പ്രത്യാശ വയ്ക്കാം. നമുക്ക് അനുസരണമുള്ളവരായി മാറാം. നമുക്ക് വിശുദ്ധരായി ജീവിക്കാം. കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ നിൽക്കുന്ന തൻ്റെ കാന്തയെ ചേർത്തുകൊള്ളുവാൻ ഇതാ കർത്താവ് വരുവാൻ സമയമായി. കാഹളത്തിൻ്റെ ശബ്ദം ധ്വനിക്കുമ്പോൾ മധ്യാകാശം നമുക്ക് കർത്താവുമായിട്ടുള്ള വിവാഹത്തിനു വേണ്ടി അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് വിശുദ്ധരായി വിശുദ്ധിയോടെ പറന്നുയരുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. നമ്മുടെ ജീവിതത്തെ അശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്ന ചിന്തകൾ, എല്ലാ അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ മേൽ നിന്ന് അവിടുന്ന് മാറട്ടെ. നമ്മൾ പരാജയപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, നമ്മൾ വിജയാളികളായി മാറുന്ന, ജയാളികളായി മാറുന്ന ജയക്കൂട്ടരുടെ കൂട്ടത്തിൽ നിൽക്കുവാൻ കർത്താവ് നമുക്ക് അവിടുന്ന് കൃപ തരട്ടെ. ഞാൻ ഈ വചനം പറയുമ്പോൾ മനസ്സുറയ്ക്കുന്നില്ല, എനിക്ക് കൃപയിൽ പ്രത്യാശ വയ്ക്കാൻ പറ്റുന്നില്ല, എനിക്ക് അനുസരണക്കേട് എൻ്റെ അകത്തുണ്ട്, എനിക്ക് വിശുദ്ധമായി ജീവിക്കാൻ കഴിയുന്നില്ല, എനിക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഈ നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇന്നലെ വരെ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കാം, എന്നാൽ ഇന്നു മുതൽ നിങ്ങൾ ജയാളികളാകാൻ പോകുകയാണ്. ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സുറച്ചിരിക്കും. ഇന്നു മുതൽ നിങ്ങൾ പൂർണ്ണ പ്രത്യാശ ക്രിസ്തുവിൻ്റെ കൃപയിലാകും. നിങ്ങൾ വിശുദ്ധരാകും. നിങ്ങൾ സന്തോഷിക്കുന്ന അനുസരണമുള്ള മക്കളായി തീരും. അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം.
അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ വചനം കേൾക്കുന്ന നിന്റെ മക്കളെ അവിടുന്ന് ഏൽപ്പിച്ചു തരുന്നു. സ്വർഗം നിന്റെ മക്കൾക്ക് മുൻപിൽ ഇറങ്ങി വരുന്നതേക്കായി സ്തോത്രം. എല്ലാ ദൈവിക ദാനങ്ങൾക്കായും എല്ലാ ദൈവിക നന്മകൾക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി, പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ നിന്റെ മക്കളുടെ മേൽ അവിടുന്ന് ഒഴുകുന്നത് ഓർത്ത് സ്തോത്രം. അങ്ങ് എനിക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ആത്മീയ അധികാരത്തിൽ നിന്നുകൊണ്ട് ഈ മക്കളെ ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവിടുന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ ഒരു അനുഗ്രഹമാകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ കർത്താവേ, ആമേൻ. നമ്മുടെ മനസ്സ് ഉറച്ചിരിക്കട്ടെ. കൃപയിൽ പൂർണ്ണ പ്രത്യാശ വയ്ക്കാം. അനുസരണമുള്ളവരായി നമുക്ക് മാറാം. വിശുദ്ധിക്ക് നമുക്ക് വില കൊടുക്കാം. വിശുദ്ധിയിൽ ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.